So moving to question number 16, where question നോക്കുക, an alternating current is given by I is equal to IA sin omega t plus IB cos omega t. The RMS current will be എന്നല്ല ചോദ്യം. എടാ നിങ്ങൾ നോക്ക്, ഇവിടെ പറയുന്നുണ്ട്, നമുക്കറിയാം വാട്ട് ഈസ് IRMS. IRMS എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ എടുക്കുക, മീൻ എടുക്കുക, റൂട്ട് എടുക്കുക, അതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് വന്നാൽ I1 sin omega t plus I2 cos omega t എന്നുള്ള ഫോർമാറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പീക്ക് IRMS is equal to I0 divided by √2. സോ ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ പീക്ക് വാല്യൂ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ മക്കളെ പീക്ക് വാല്യൂ? I0 is equal to root of IA square plus IB square. സോ ഇവിടെ RMS വാല്യൂ എടുക്കുന്ന സമയത്ത് IRMS is equal to root of IA square plus IB square divided by √2. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ റൂട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ റൂട്ടിൻ്റെ അകത്തേക്ക് മൊത്തത്തിനെ മാറ്റുകയാണെങ്കിൽ റൂട്ട് ഓഫ് IA സ്ക്വയർ പ്ലസ് IB സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നുള്ള ആൻസർ കിട്ടും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. റൂട്ട് ഓഫ് IA സ്ക്വയർ പ്ലസ് IB സ്ക്വയർ ഡിവൈഡ് ബൈ 2. സോ ഈ ഒരു ഫോർമാറ്റിൻ്റെ പീക്ക് വാല്യൂ പഠിക്കുക, അതേപോലെ തന്നെ RMS വാല്യൂ പഠിക്കുക. ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC-യിലാണ്. സോ AC-യിലെ RMS വാല്യൂ എന്നുള്ള ബേസിക് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ താങ്ക് യു ഓൾ ഓഫ് യു.